ഇന്ന് നമ്മൾ പിള്ളേരും പരിവാരങ്ങളെല്ലാവരും കൂടി ഐമുറിയിൽ നിന്ന് മലയാറ്റൂർ വഴി പ്ലാന്റേഷൻ കയറി ഏഴാറ്റുമുഖം ആണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ മഴ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് നമുക്ക് നക്ഷത്ര തടാകമൊക്കെ നന്നായിട്ട് വെള്ളം നിറഞ്ഞ് കാണാൻ നല്ല ഭംഗിയിലാണ് കിടക്കുന്നത്. നക്ഷത്ര തടാകം അവിടെ നമ്മൾ ചെറിയൊരു കാട് പോലത്തെ ഏരിയ വണ്ടി ഓടിച്ച് ക്രോസ് ചെയ്ത് ചെല്ലുന്നൊരു ടി ജംഗ്ഷൻ. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റേഷൻ വഴിയുള്ള അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡ്. പ്ലാന്റേഷനുള്ളിൽ കൂടെ പോകുമ്പോൾ പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള നമ്മുടെ ഈ മാമലക്കണ്ടം സ്കൂൾ കൂടെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്കൂളും കണ്ടു കേട്ടോ. മെയിനായിട്ട് റബ്ബർ പ്ലാന്റേഷനും എണ്ണപ്പനയുടെ പ്ലാന്റേഷനുമാണ് ഉള്ളത്. ഞങ്ങൾക്ക് പ്ലാന്റേഷൻ്റെ അവസാന ഭാഗത്ത് 4 ആനകളെയും മയിലിനെയും എല്ലാത്തിനെയും കാണാനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടി. ഏഴാറ്റുമുഖത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടെ തൂക്കുപാലമാണ്. വളരെ രസമാണ്. ഒരു നല്ലൊരു ഫോട്ടോയൊക്കെ എടുക്കാനും അതിന് നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മൺസൂൺ കഴിഞ്ഞിട്ട് മൺസൂൺ ആയതുകൊണ്ട് നിറയെ വെള്ളമുണ്ട് പുഴയിൽ. അതിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് ആ തൂക്കുപാലവും പുഴയിലൂടെ വെള്ളം ഒഴുകണതും എല്ലാം കൂടി കാണുമ്പോൾ വളരെ വളരെ അടിപൊളി കാഴ്ചയാണ്. അടിപൊളി കാഴ്ച. തൂക്കുപാലം ക്രോസ് ചെയ്ത് ചെന്നിറങ്ങുന്നത് തുമ്പൂർമുടി. അത് രണ്ട് ഡിസ്ട്രിക്റ്റാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് തോന്നുന്നു. എറണാകുളം ജില്ലയിലാണ് ഏഴാറ്റുമുഖം. ആ തൂക്കുപാലം ക്രോസ് ചെയ്ത് നമ്മൾ അപ്പോൾ ഇറങ്ങുന്നത് ചാലക്കുടിയിലാണ്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് പാസ് എടുക്കണം. ഈ തൂക്കുപാലമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 2 സ്ഥലത്തും ചെറിയൊരു പാർക്ക് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തുമ്പൂർമുടിയിൽ ചെന്നിറങ്ങിയിട്ട് നമുക്ക് അവിടെ ക്ലോക്ക് ടവർ ഉണ്ട്. ക്ലോക്ക് ടവറിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെയും തൂക്കുപാലത്തിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. അമ്മയ്ക്കും മക്കൾക്ക് അവിടെ ചെന്നാലും റീൽസ് ഒക്കെ എടുക്കണം. എനിക്ക് ചെറിയൊരു ചമ്മലം നിറയെ ആൾക്കാരുണ്ട്. എന്നെ പിടിച്ച് വലിച്ച് ഞാൻ റീൽസിന് നിന്ന് കൊടുത്തില്ല. അമ്മയും മിന്നൂസും ഒച്ചപ്പ് ചെറിയൊരു മടിയോട് കൂടി അവരുടെ കൂടെ കൂടി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് മൂക്കന്നൂർ വഴി തിരിച്ചു വന്നു.